പ്രിയ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ ആകുല ചിന്തകളിട്ട് ഭാരപ്പെടുത്തുന്ന, ചോദ്യചിഹ്നങ്ങളെ ഇട്ട് മതിക്കുന്ന വാർത്തകളാണ് നാം ദിവസേന എന്നോണമുള്ള പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുമായി ഒരു സന്തോഷ വർത്തമാനം ഈ പകൽക്കാലം ഞങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വാർത്തകളാണ് നാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ. ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്തകൾ, മനുഷ്യനെ പണത്തിന്റെ പേരിലും സമ്പത്തിന്റെ പേരിലും ഒക്കെ മൃഗീയമായി കൊല ചെയ്യപ്പെടുന്ന, മൃഗീയമായി വഞ്ചിക്കുന്ന വാർത്തകളൊക്കെയാണ് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ജീവിതകാലം മുഴുവൻ വളർത്തിയ മാതാപിതാക്കളെ സമ്പത്തിന്റെ പേരിൽ അവർ വാർദ്ധക്യമായതിന്റെ ഫലമായിട്ട് അവരെ തെരുവിലേക്ക് തള്ളുന്ന അവസ്ഥകളൊക്കെ നാം പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ഇത്രത്തോളമുള്ള കാര്യങ്ങളൊക്കെ, ഇത്രത്തോളമുള്ള പ്രവൃത്തികളൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം വരാൻ പോകുന്നത് ഓണം ഫെസ്റ്റിവലാണ്, ഓണാഘോഷമാണ്. നമുക്കറിയാം, ഓണാഘോഷത്തിന് ശേഷം കേരള സർക്കാർ ഔദ്യോഗികമായി പുറപ്പെടുവിക്കുന്ന ആ മദ്യ ഉപഭോഗം എത്രമാത്രമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് മദ്യവും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സമൂഹം വല്ലാത്ത മൂല്യച്യുതി കൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ വല്ലാത്ത പ്രവൃത്തികൾ, മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന പ്രവൃത്തികളൊക്കെ ചെയ്ത് മനുഷ്യൻ അധപ്പതിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുമായി നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന, നിങ്ങളുടെ മനസ്സിന് പ്രത്യാശ നൽകുന്ന, ധൈര്യം നൽകുന്ന ഒരു സന്തോഷ വർത്തമാനം നിങ്ങളുമായി ഈ സമയക്കാലം പങ്കുവെച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ആ സന്തോഷ വർത്തമാനം? ഞങ്ങളിവിടെ പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും മതത്തിന്റെ ആശയമല്ല, ഏതെങ്കിലും തത്വശാസ്ത്രമല്ല, മറിച്ച് അതിനേക്ക് ഉപരിയായി നാം കാണുന്ന കേൾക്കുന്ന വാർത്തകളിൽ സങ്കടപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ അതിൽ നമുക്ക് ആശ്വാസം നൽകുന്ന, ഹൃദയത്തിന് ഒരു ഉന്മേഷം പ്രദാനം ചെയ്യുന്ന, സൗഖ്യം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി ഈ പകൽക്കാലം അല്പസമയം ഞങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ആ സന്തോഷ വർത്തമാനം, അല്ലെങ്കിൽ എന്താണ് ആ ഗുഡ് ന്യൂസ്? ആ സന്തോഷ വർത്തമാനത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു: സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ സന്തോഷ വാർത്ത ഉദിച്ചുവല്ലോ. എന്താണ് ആ സന്തോഷ വാർത്ത? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനിലെ ബെത്ലഹേമിൽ ഒരു പറ്റം ആട്ടിടയന്മാർക്ക് സ്വർഗത്തിൽ നിന്നും ദൈവിക ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. ആ സകല മനുഷ്യർക്കുമുള്ള സന്തോഷ വാർത്ത, അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, കർത്താവായ യേശു ക്രിസ്തു എന്ന സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി ഈ പകൽക്കാലം ഞങ്ങൾ പങ്കുവെക്കുന്നത്. എന്താണ് യേശുവിന്റെ ജീവിതം നമുക്ക് സന്തോഷം നൽകുന്നത്? എന്തുകൊണ്ടാണ് യേശുവിന്റെ ജീവിതം നമുക്ക് ആനന്ദം നൽകുന്നത്? എന്തുകൊണ്ടാണ് യേശുവിന്റെ ജീവിതം നമുക്ക് പ്രത്യാശ നൽകുന്നത്? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിച്ച ആ ജീവിത രീതി കൂടെ കടന്നു പോകുന്നതിന് പിന്നെ കാരണം ഇവിടെ നിയമമില്ലാത്തത് കൊണ്ടോ, നിയമ സംഹിതകൾ ഇല്ലാത്തത് കൊണ്ടോ, നിയമത്തിന് ശക്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല. ഈ പുതിയ കാലഘട്ടത്തിൽ, ഈ AI-യുടെയൊക്കെ പുതിയ കാലഘട്ടത്തിൽ അത്രമാത്രം ടെക്നിക്കലായിട്ടുള്ള നിയമങ്ങളും സൈബർ നിയമങ്ങളും ഒക്കെ വന്നിട്ടും കുറ്റകൃത്യങ്ങൾ കൂടുന്നത് നിയമത്തിന്റെ അപാകത കൊണ്ടോ, അത് കണ്ടുപിടിച്ചതിന്റെ ആ അപര്യാപ്തത കൊണ്ടോ ഒന്നുമല്ല, പോരായ്മ കൊണ്ടുമല്ല, മറിച്ച് മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന പാപമാണ് മനുഷ്യനെ കൊണ്ട് ഇത്രയും അധമമായ പ്രവൃത്തികൾ തന്റെ സഹജീവികൾക്കെതിരെ ചെയ്യിക്കുന്നത് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതാണ് ബൈബിൾ ഇങ്ങനെ വ്യക്തമായി പറയുന്നു: നീതിമാൻ ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഒരുപോലെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ദൈവം സൃഷ്ടിച്ച
ഏറ്റവും മകുട ഉദാഹരണമായ ദൈവത്തിന്റെ ഏറ്റവും നല്ല സൃഷ്ടിയായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവികമായ തേജസ് അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവികമായ തേജസ് അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവന് സഹോദരനെ, അമ്മയെ, സഹോദരിയെ, പിതാവിനെ, മാതാവിനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാപ സ്വഭാവത്തിലേക്ക് അവൻ അധപ്പതിച്ചതിന്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന വാർത്തകളിൽ കൂടെ, ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കാണുന്ന ക്രൂരമായ വാർത്തകളും പൈശാചികമായ മാനുഷികമായ നടപടികളും എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപം ചെയ്ത് മനുഷ്യനിൽ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, മനുഷ്യനിലുള്ള ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ കാണുമ്പോൾ, ആ കുട്ടിയുടെ കളി, ചിരി, കൊഞ്ചിലൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ മൃദുലമായ വികാരങ്ങൾ, സന്തോഷം, ആ കുട്ടിയെ കൊഞ്ചിക്കാനുള്ള ആ ഒരു വാജ്ഞയൊക്കെ നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ കാണും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ആ നല്ല സഹജമായ സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. ആ സ്നേഹം, ആ കുട്ടിയോടുള്ള സ്നേഹം, വാത്സല്യം, അനുകമ്പ, കരുണയൊക്കെ ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ മനുഷ്യനിൽ കാണപ്പെടുന്നത്? ആ സ്വഭാവങ്ങളൊക്കെ ദൈവികമായ സ്വഭാവങ്ങൾ ആയതുകൊണ്ടാണ് മനുഷ്യനിൽ ഇത്തരത്തിലുള്ള ആ കാരുണ്യകരമായ പ്രവൃത്തികൾ കാണുന്നത്. ഏതാണ്ട് ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ അതിദാരുണമായ ഉണ്ടായി. ഒരു ഗ്രാമം തന്നെ ഒലിച്ചുപോയ കാഴ്ചകളൊക്കെ നാം കാണുന്നതാണ്. അത്തരം ഒരു ഘട്ടത്തിൽ ഞാൻ വായിച്ച ഒരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് നിന്നും ഒരു ചെറുപ്പക്കാരൻ ഒരു ഓട്ടോ ഓടിച്ചുകൊണ്ട് വയനാട് വരികയും ഏതാണ്ട് ആ പുനരധിവാസ പ്രവർത്തനം തീരുന്നോടം വരെ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം തീരുന്നോടം വരെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു പറ്റം ചെറുപ്പക്കാരും ഒക്കെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായതൊക്കെ പത്രത്തിൽ കൂടെ നമ്മൾ വായിച്ചതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാനുഷികമായ പ്രവർത്തികൾ ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നല്ല സ്വഭാവങ്ങൾ മനുഷ്യന് ഇനിയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്നാൽ മനുഷ്യന് ദൈവികമായ സ്വഭാവങ്ങൾ ഉള്ളപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരം അധമമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതും? അതിന്റെ ഒറ്റ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പാപമാണ്. പാപമാണ് മനുഷ്യനെ കൊണ്ട്, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യനെ അധമമായ ജീവിയാക്കി തീർക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, പാപമാണ് മനുഷ്യനെ കൊണ്ട് എല്ലാ തരത്തിലുള്ള തെറ്റുകളും തിന്മകളും ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇത് മനുഷ്യന്റെ ഇതൊരു കണ്ടുപിടുത്തമല്ല, മറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ്, അവിഹിതമായ ബന്ധങ്ങളുടെ പേരിൽ മനുഷ്യൻ ഭർത്താവിനെ, ഭാര്യയെ കൊല ചെയ്യപ്പെടുന്ന, കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പെടുന്ന വാർത്തകളൊക്കെ ദിനംതരം കാണുന്ന ഒരു കാഴ്ചയാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് പാപം മനുഷ്യനെ വാഴുമ്പോൾ, ഇത്തരത്തിലുള്ള അധമമായ പ്രവൃത്തികൾ അവൻ ചെയ്യുമ്പോൾ. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ, 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ പാലസ്തീനിലെ പച്ചമണ്ണ് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ, ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് എന്ന് ഒരു പ്രവാചകൻ വിശേഷിപ്പിക്കപ്പെട്ട, 4 കോടതികൾ 7 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു പാപവും കണ്ടെത്താൻ സാധിക്കാതിരുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യസുവിശേഷത്തെയാണ് ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വളരെ സത്യമായി ഉയർത്താനിടയായിത്തീർന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഈ ലോകത്തിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്ക് ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ മാർഗം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അവന് മരണം സംഭവിക്കും. എന്തു മരണം? ആത്മീയ മരണം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, പാപം മൂലം മരണം സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, നാം ഈ ഭൂമിയിൽ 70-80 വർഷത്തെ ജീവിതത്തിന് ശേഷം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ അകത്തു നിന്നും ശരീരത്തിൽ നിന്നും ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ, പാപത്തിലാണ് നാം മരിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മാവ് നിത്യമായ മരണത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരും. ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എന്ത് പ്രയോജനമെന്ന് ബൈബിൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ സാധാരണ മൃഗങ്ങൾ നശിച്ചു പോകുന്നത് പോലെ, സസ്യങ്ങൾ നശിച്ചു പോകുന്നത് പോലെ നശിച്ചു പോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നിത്യമായി ദൈവത്തോടൊപ്പം ആയിരിക്കുവാനാണ് ദൈവം മനുഷ്യനെ കുറിച്ച്, സകല മാനവ കുലത്തെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. എന്നാൽ പാപം മൂലം
ദൈവത്തെ നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്ന് ആത്മീയ ഭൗതികവുമായ മരണം വരിച്ച മനുഷ്യൻ ആ പാപത്തിൽ തന്നെ ജീവിച്ച് മരണപ്പെട്ടാൽ അവന്റെ ആത്മാവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള അവസ്ഥ സംജാതമായപ്പോൾ സ്വർഗത്തിൽ ഒരു ശൂന്യത ഉണ്ടാവുകയും ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു കാലസമ്പൂർണയിൽ മനുഷ്യനായി അവതരിക്കുകയും ചെയ്യേണ്ടതായി തീർന്നു. 33 വയസ്സ് വരെ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച് ജീവിക്കുന്നവരും നാളെ ജനിക്കാനിരിക്കുന്നവരുമായ എല്ലാ വ്യക്തികളുടെയും എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരിക്കലായി കാൽവരി ക്രൂശിൽ ക്രൂരമായ ക്രൂശ് മരണത്തിന് വിധേയപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതേ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്നുള്ള സത്യം മതങ്ങൾക്ക് അതീതമായി, മതങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസങ്ങൾക്ക് അതീതമായി ഈ പകൽക്കാലം നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് പറയുകയും ചെയ്യാൻ തയ്യാറായാൽ നിങ്ങളുടെ ആത്മാവ് ഈ ഭൂമിയിലെ മരണത്തിന് ശേഷവും രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ ആത്മാവ് നിത്യമായ ജീവിതത്തിലേക്ക്, ദൈവവും ഒന്നിച്ചുള്ള നിത്യമായ വാസത്തിലേക്ക് ഈ ലോകത്തിലെ ഈ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനപ്രകാരം അത് ആയിത്തീരുവാൻ ഇടയായിത്തീരും. ഈ ഒരു ചിന്തയാണ് ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 തീരുമാനങ്ങൾ എടുക്കാം. ചോയ്സ് എടുക്കുവാൻ നമുക്ക് തീരുമാനമുണ്ട്. ഒന്ന്, ഞങ്ങൾ പറയുന്ന ഈ സന്ദേശത്തിന്റെ അന്തസത്തയായ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി പാപം ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന സന്ദേശം അപ്പാടെ തള്ളിക്കളയുക. ഇത് രണ്ടും നിങ്ങൾ ചോയ്സിൽപ്പെട്ടതാണ്. ഈ രണ്ട് അവസരവും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാകാലം എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസ്താവിക്കപ്പെട്ട ഈ സത്യസുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവന്റെ ആ ദൈവവുമായിട്ടുള്ള വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് അവന് ഈ മരണാനന്തരം ഒരു നിത്യജീവൻ യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുമെന്നുള്ള ഈ സത്യസുവിശേഷം, സന്തോഷ വർത്തമാനം, ഹൃദയത്തിന് ആഹ്ലാദം പകരുന്ന ഈ നല്ല വാർത്ത നിങ്ങളുമായി ഈ പകൽക്കാലം ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർക്ക് ഈ സന്ദേശം ഏറ്റെടുക്കുവാൻ വേണ്ടി സാധിക്കും? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജോലികളായി പാടുപെടുന്നവരാണോ? നിങ്ങൾ ജീവിതത്തിൽ വിവിധ പ്രയാസങ്ങൾ വലയുന്നവരാണോ? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ച കാലഘട്ടത്തിൽ വിശ്വാസത്തോടെ വന്ന എല്ലാവർക്കും തന്നെ, വിശ്വാസത്തോടെ വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ നിന്നും രോഗസൗഖ്യം, സമാധാനം, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, വീടുകളൊക്കെ ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ പകൽക്കാലം ഭവനത്തിന്റെ ഉള്ളറകളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ഈ എളിയ വാക്കുകൾ പ്രിയപ്പെട്ടവരെ, ഏത് ജീവിത പ്രയാസത്തിലാണോ നീ ആയിരിക്കുന്നത്? രോഗത്താലാണോ, കടഭാരത്താലാണോ, ജീവിതത്തിന്റെ മറ്റ് കുടുംബപരമായ വിഷയത്തിലാണോ? ഏത് വിഷയമായാലും നിങ്ങളുടെ ആ വിഷയത്തിന് പരിഹാരം തരുവാൻ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങളുമായി ഞങ്ങൾ ഈ പകൽക്കാലം പങ്കുവെക്കുകയാണ്. ആ കർത്താവിനോട് നിങ്ങളുടെ ആ വിഷയവുമായി, പ്രാർത്ഥനാ വിഷയവുമായി ദൈവസന്നിധിയിൽ യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, വിശ്വാസത്തോടെ കടന്നു ചെല്ലുവാൻ തയ്യാറായാൽ യേശു നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരും. മാത്രമല്ല, ആ കർത്താവായ യേശു എന്റെ പാപത്തിന് പരിഹാരത്തിനാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് ഇത് കേൾക്കുന്ന ഈ നിമിഷം വിശ്വസിക്കുകയും നാവ് കൊണ്ട് അത് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെടുവാൻ ഇടയാത്തിരും. ആത്മാവിന് മോശം കിട്ടുവാൻ, വിടുവിക്കപ്പെടുവാൻ ഇടയാതെ. എന്താണ് രക്ഷിക്കപ്പെടുക? ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം നശിച്ചു പോകുന്ന ശരീരത്തിന് ഉപരിയായി ആത്മാവ് ദൈവവുമായി നിത്യമായ ജീവിതത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവസ്ഥയാണ് നിത്യത എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ മരിച്ചതിന് ശേഷം നിരീശ്വരവാദികൾ പറയുന്നത് പോലെ മനുഷ്യൻ എന്നേക്കുമായി അസ്തമിക്കുകയല്ല, മറിച്ച് മനുഷ്യന് 2 അവസ്ഥകളുണ്ട്. ഒന്ന്, അവൻ നിത്യമായ നരകത്തിലേക്ക് പോകും. 2, അവൻ നിത്യമായ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവവുമായി ഉള്ള ആ സമയങ്ങളില്ലാത്ത ആ ബന്ധത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ഇടയാത്തിരും. ഇതേത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവുമായി അകന്നുപോയ ബന്ധം പുനഃസ്ഥാപിച്ച് നിങ്ങളുടെ ആത്മാവിനെ നിത്യതയിലേക്ക് എത്തിച്ചുകൊണ്ട് ദൈവവുമായി നിത്യമായ ബന്ധത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.